അവിടെ നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. കാരണം ഞാൻ 9:30 ഡ്യൂട്ടിക്ക് വന്ന് 10 മണിക്ക് ഡ്യൂട്ടിക്ക് കയറുന്ന ഒരാളാണ്. കറക്റ്റ് 9:30 ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കാറുണ്ട്. ഒരു 5 അല്ല ഒരു 10 മിനിറ്റ് റിസപ്ഷനിൽ ഇരുന്നിട്ട് ഞാൻ മേളിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് ഡ്യൂട്ടിക്ക് കയറും. കറക്റ്റ് ടൈമിന് ഡ്യൂട്ടിക്ക് കയറുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുപോലെ തന്നെ 6 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിപ്പോണ ഒരാളാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എവിടെയാണ് ഏജൻറ്റ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് ഹോസ്പിറ്റലുകാർ കാണിച്ചു തരണം. പിന്നെ ഞാൻ ഒരു മോശപ്പെട്ട ഇതിൽ സംസാരിച്ചു എന്ന് പറയുന്ന ഇത് ഞാൻ അവിടെ അവിടെ ക്യാമറ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. 2 മിനിറ്റിൽ കൂടുതലൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. എനിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയുന്ന സ്ത്രീ 2 മിനിറ്റിലാണ് എന്നോട് സംസാരിച്ചത്. അവരാരോപിച്ചേക്കണ പരാതിയിൽ എൻ്റെ ഡെസിഗ്നേഷൻ ഉൾപ്പെടെ എൻ്റെ പേര്, ഞാൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യണത്, ഇതുൾപ്പെടെയാണ് പരാതി എഴുതി കൊടുത്തേക്കണത്. അവർക്ക് എന്നെപ്പറ്റി ഒരു വിവരവും അറിയാൻ പാടില്ല. ഞാൻ സിവിൽ ഡ്രസ്സിലായിരുന്നു ഇവരെൻ്റെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ സംസാരിച്ചിട്ടുള്ളത്. അവരോട് ഞാൻ പറഞ്ഞത് ഡൊണേറ്റ് ചെയ്യാനാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മോളാണ് ഡൊണേറ്റ് ചെയ്യാൻ വന്നതെന്നാണ് പറഞ്ഞത്. ആ ഡൊണേറ്റ് ചെയ്യാൻ വന്ന മോളെ എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ മോളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, സാമ്പത്തികമാണേലും ജീവിതമാണേലും നോക്കിയും കണ്ടും നടന്നോണം, സാമ്പത്തികം നോക്കി വാങ്ങിച്ചോണം, ഇത്ര മാത്രം പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോയി. അതാണ് എൻ്റെ പേരിൽ ഞാൻ ചെയ്തേക്കണ ഒരു തെറ്റ് എൻ്റെ ഇതിലുള്ളത്. പക്ഷെ ഹോസ്പിറ്റലിൽ എനിക്കെതിരെ തെറ്റെന്ന് MK ഹരിദാസും ഡോക്ടർ സുധീന്ദ്രനും ദയവായി ക്ഷമിക്കണം. ഞാൻ ഈ കൂടുതൽ ചോദ്യങ്ങൾ പരാതിക്കാരിയോട് ചോദിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുള്ളത് കൊണ്ടാണ്. ഞാൻ നിങ്ങളിലേക്ക് വരാം, ദയവായി ക്ഷമിക്കണം. പരാതിക്കാരിയോടാണ് വീണ്ടും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഒരു ലോഡ്ജിലേക്ക് കൊണ്ടുപോയി അവർ ചിത്രങ്ങൾ എടുത്തു, ചൂഷണം ചെയ്തു എന്നാണ്. അതായത് നഗ്ന ചിത്രങ്ങളാണ് എടുത്തത്. അതെ, ശരി. അത് അവയവ കച്ചവടത്തിന് അല്ലെങ്കിൽ അവയവ കച്ചവടത്തിന് പ്രേരിപ്പിക്കുന്നത് വരെ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ആ കാരണത്താലാണ് അവയവം നൽകാൻ തീർത്തും തീരുമാനമെടുത്തത്. തൻ്റെ യാതനകൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങളൊക്കെ ഒരു വശത്തുണ്ട്. അത് പോരാഞ്ഞിട്ട് നഗ്നചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി ചൂഷണം ചെയ്തു. അക്കാരണത്താൽ ഉറപ്പായും ഞാൻ അവയവം നൽകാൻ തയ്യാറാണെന്ന തീരുമാനത്തിലെത്തി. അത് പോട്ടെ. അതിനുശേഷം ഇതേ നഗ്നചിത്രങ്ങൾ ഉപയോഗിച്ച് അവർ വീണ്ടും ഭീഷണിപ്പെടുത്തിയോ? ഭീഷണിപ്പെടുത്തിയെങ്കിൽ എന്തിനു വേണ്ടി? ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ഭീഷണിപ്പെടുത്തിയത് അവർക്ക് എന്നിൽ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ നമ്പർ കൊടുക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്പർ കൊടുത്തോ? പിന്നെ ഈ ഒരു കാര്യത്തിൽ അവർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അവർ വിളിക്കുന്ന സ്ഥലത്ത് ചെല്ലണം. ഞാൻ 10-12 പേരുടെ നമ്പർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ 12 പേരിൽ ആരെങ്കിലും അവയവ കച്ചവടത്തിന്റെ ഭാഗമായോ? 10-12 പേരെന്ന് പറഞ്ഞാൽ ഞാൻ ഡൊണേറ്റ് ഭാഗമായിട്ടുണ്ട്. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ ഈ പരാതിക്കാരിയും അവയവ കച്ചവടത്തിന്റെ ഭാഗമാണ്. 12 പേരുണ്ട്. ഭാഗമായി എന്ന് പറയാൻ പറ്റത്തില്ല, നമ്പര് കൈമാറിയിട്ടുണ്ടെന്ന് മാത്രം പറയാം. അതിൽ എന്ത് ഉന്നയിച്ചാലും എനിക്കറിയില്ല, അതെന്താണെന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളാണ്.